നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കലിൽ CPIMനെതിരെ നടപടി വേണമെന്ന് ED. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കത്ത് നൽകി. തട്ടിപ്പിൽ CPIMനും പങ്കെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. കരുവന്നൂർ ബാങ്കിൽ CPIMന് 5 അക്കൗണ്ടുകളെന്ന് ED വ്യക്തമാക്കി. ജില്ലയിലെ 13 CPIM ഏരിയ കമ്മിറ്റികൾക്ക് 25 അക്കൗണ്ടുകൾ. CPIM നൽകിയ കാണിക്കൽ അക്കൗണ്ട് വിവരങ്ങൾ പരാമർശിച്ചില്ല. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് സഹകരണ ബാങ്കുകളിൽ കണ്ടുവരുന്ന കുഴപ്പങ്ങളുടെ പാഠകപുസ്തകമാണെന്ന് പ്രഥമദൃഷ്ട്യാ വ്യക്തമെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കി. സഹകരണ ബാങ്കുകൾ സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. കോടീശ്വരന്മാർക്ക് വേണ്ടിയല്ല അവയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. കരുവന്നൂർ കേസിലെ അന്വേഷണം അനന്തമായി നീളാനാകില്ല. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങൾ ഉയരുന്നുണ്ട്. സഹകരണ സംഘങ്ങളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമാവുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വായ്പാ തട്ടിപ്പ് കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്ത പ്രതി അലി സാബ്രി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിരീക്ഷണം.